വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ബംഗാളിൽ മമതാ സർക്കാരുമായി ഭിന്നതയില്ലെന്ന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ്. മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ കാണുന്നത് ജ്യേഷ്ഠ സഹോദരനായാണ്. RSS സാമൂഹ്യ സംഘടനയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് പറഞ്ഞു. പ്രത്യേക അതിഥിയായി അദ്ദേഹം 24 സ്റ്റുഡിയോയിൽ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന മുൻ നിലപാടിൽ മാറ്റമില്ല എന്നും CV ആനന്ദബോസ് വിശദീകരിക്കുന്നുണ്ട്. ബംഗാൾ ഗവർണറുമായി പ്രത്യേക അഭിമുഖം നടത്തിയത് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരാണ്. ബംഗാളിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അത് അക്രമം, അഴിമതി. അത് രണ്ടുമുണ്ട്. ഈ അക്രമം അഴിമതിയും അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. വിശേഷ അക്രമം ഇത് കൂടുതലും തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ അക്രമം ഇത്രയധികം ഉള്ളൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആക്റ്റീവ് ഗവർണർ, പാസീവ് ഗവർണർ, രണ്ട് സങ്കല്പങ്ങളുണ്ട്. ഞാൻ ആക്റ്റീവ് ഗവർണറിൻ്റെ ഗ്രൂപ്പിലാണ്. വ്യക്തിപരമായ നല്ല ബന്ധമാണ്. മമത തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലാണെന്ന് എന്ന് പറയാറുണ്ട്. ഞാനും അവരെ അതുപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. ഈ മമതാ ബാനർജിയെ ഞാൻ കാണുന്നത് 3 തലത്തിലാണ്. ഒന്ന്, വ്യക്തി എന്ന നിലയിൽ വളരെ നല്ല ബന്ധമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔപചാരികമായ ഒരു ബന്ധമാണ്. രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കൂടുതൽ വിവരങ്ങളുമായി S. വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു, മനസ്സ് തുറക്കുന്നു. നേരത്തെ ബംഗാൾ സർക്കാരുമായുണ്ടായിരുന്ന പോര്, അതിൻ്റെ സാഹചര്യം, അതൊക്കെ അദ്ദേഹം വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്കാണ് പ്രാധാന്യം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഏതൊക്കെ പോയിന്റുകളിലാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്? S. വിജയകുമാർ. റിജിത്ത്, ഗവർണർ CV ആനന്ദബോസ് നമ്മളുടെ സ്റ്റുഡിയോയിൽ എത്തുകയും അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ കാതൽ എന്ന് എനിക്ക് തോന്നുന്നത്, സർക്കാരും ഗവർണറും തമ്മിൽ പല സംസ്ഥാനങ്ങളിലും ഏറ്റുമുട്ടൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഒരു ഗവർണറുടെ റോൾ, എങ്ങനെയാണ് സംസ്ഥാന സർക്കാരും ആ ഗവർണറും തമ്മിലുള്ള ദൈനംദിന ഭരണ നിർവഹണത്തിലെ അവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് അത് എങ്ങനെയായിരിക്കണം എന്നതിൽ CV ആനന്ദബോസ് അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തന്നെയാണ് പ്രാധാന്യം, ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പ്രാധാന്യം. അതിൽ കടന്നു കയറിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിന് ഗവർണർക്ക് ഒരു സ്പേസ് ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗാളിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ നേരത്തെ വലിയ ഏറ്റുമുട്ടൽ നടന്ന ഒരു പശ്ചാത്തലം, അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചായിരുന്നു ആ വിഷയം ഗവർണറുടെ CV ആനന്ദബോസിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. അതിൽ അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് തന്നെയാണ് അധികാരം, ആ സർക്കാരിന് തന്നെയാണ് പ്രാധാന്യം, ആ മുഖ്യമന്ത്രിയാണ് ആ സംസ്ഥാന സർക്കാരിന് മുഖമായി നിൽക്കേണ്ടത്, അതിൽ ഗവർണറുടെ റോള് അതിന് താഴെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 1. 2, ഈ യൂണിവേഴ്സിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട്, വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ അതിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ ഇടപെടലിന് വലിയ അധികാരമുണ്ട്. അത് ബംഗാളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സർക്കാർ തന്ന ലിസ്റ്റിൽ നിന്നല്ല പൂർണ്ണമായും ചാൻസലർമാരുടെ നിയമനം നടത്തിയിട്ടുള്ളത്. അതിൽ അഴിമതിക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ചാൻസലർ പദവിയിലേക്ക് വരാൻ യോഗ്യതയില്ലാത്തവരുണ്ട്, അവരുടെ പേര് വെട്ടിയിട്ടുണ്ട്. അത് ചാൻസലർ എന്ന ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ചാൻസലർ എന്ന അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അത്തരം ഇടപെടൽ നടത്തിയത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. മമതാ സർക്കാരുമായി നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ബന്ധമാണ് സർക്കാരുമായിട്ടുള്ളത്. പക്ഷേ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ട്. ഒരു ആക്റ്റീവ് ഗവർണർ, ഒരു ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഗവർണർ എന്ന നിലയിൽ തനിക്ക് അവിടെ ജോലി ചെയ്യാൻ അവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടായി. പല സ്ഥലത്തേക്കും പ്രശ്നബാധിത മേഖലകളിലേക്ക് നേരിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ പോലീസിനെ പറ്റി CV ആനന്ദബോസ് വിശേഷിപ്പിച്ചത്, അതിലെ പോലീസിൽ ഒരു വിഭാഗം അഴിമതിക്കാരാണ്, മറ്റൊരു വിഭാഗം ക്രിമിനലുകളാണ്, മറ്റൊരു വിഭാഗം പോലീസുകാർ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ 3 വിഭാഗം പോലീസുകാർ അവിടെയുണ്ട്. അവരെ ക്രമസമാധാന പ്രശ്നമുള്ള മേഖലകളിൽ അവർ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിലേക്ക് നേരിട്ട് പോയി ജനങ്ങളുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാജ്ഭവൻ എന്ന നിലയിൽ, ഒരു ജനരാജ്ഭവൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതാണ് ബംഗാളിലെ രാജ്ഭവൻ. അത് ജനങ്ങൾക്ക് പ്രവേശനമുള്ളതാണ്. ജനങ്ങൾക്ക് നേരിട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാം, അവിടെ നേരിട്ട് പോയി അത് കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു ഗവർണർ എന്ന നിലയിൽ ആ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. ബംഗാളിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബംഗാളിലെ ഗവൺമെൻറ്, അവിടുത്തെ രീതി, അവിടെ കുറച്ച്
വയലൻസ്, അക്രമ സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ ചരിത്രം കൂടി ഉണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഗവർണർഷിപ്പിന് ശേഷം എങ്ങനെയാണ് CV ആനന്ദബോസിനെ നമ്മൾ കാണേണ്ടതെന്ന ചോദ്യത്തിന് ഞാനൊരു ഇലക്ഷൻ മെറ്റീരിയൽ അല്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പണ്ടും അത്തരമൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും എടുത്ത നിലപാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്നതാണ്. അതിൽ നിലവിൽ മാറ്റമൊന്നുമില്ല. മറ്റു പദവികൾ തേടിയെത്തിയതാണ്, ഇനിയും അതിന്റെ വഴിക്ക് വിടുകയാണ്, വരട്ടെ നോക്കാമെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിലേക്ക് തന്നെ തിരികെ വരും, പക്ഷേ സജീവ രാഷ്ട്രീയക്കാരനായി കാണുമോ എന്നതിന് കൃത്യമായ ഒരു മറുപടി CV ആനന്ദബോസ് പറഞ്ഞില്ല. പക്ഷേ ഐ ആം നോട്ട് ആൻ ഇലക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ഒഴിവാവുകയാണ് ചെയ്തത്. RSSനെ പറ്റി അദ്ദേഹം നടത്തിയ പ്രസ്താവന അതൊരു സാമൂഹിക സംഘടനയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിലൊരു മാറ്റവുമില്ല, അത് അങ്ങനെ തന്നെയാണ്. അത് അനുഭവങ്ങളിൽ നിന്നും അറിവിൽ നിന്നും ആണ് അത്തരമൊരു നിലപാടിലേക്ക് താൻ എത്തിയത്. അതിൽ മാറ്റമൊന്നുമില്ല. കുംഭമേളയെ പറ്റി മമതാ ബാനർജി നടത്തിയ വിവാദ പരാമർശത്തെ പൂർണ്ണമായും തള്ളുകയാണ് CV ആനന്ദബോസ് ചെയ്തത്. അങ്ങനെ സമീപകാല ബംഗാൾ രാഷ്ട്രീയത്തെ പറ്റിയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റിയും വളരെ വിശദമായി തന്നെ CV ആനന്ദബോസ് ഈ സംഭാഷണത്തിൽ സംസാരിക്കുകയുണ്ടായി. റിജിത്ത്. ശരി, എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബംഗാൾ സർക്കാരുമായുള്ള ആ ബന്ധം വഷളായ സാഹചര്യം, മമതാ ബാനർജിയോടുള്ള നിലപാട്, അവരോടുള്ള വ്യക്തിബന്ധം, അതുപോലെ ഈ ഏറ്റവും ഒടുവിലുള്ള കുംഭമേള വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, RSSനോടുള്ള സമീപനം, ഈ ഗവർണർ പദവിക്ക് ശേഷം തുടർന്ന് തൻ്റെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന കാര്യമൊക്കെ വളരെ വിശദമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എസ് വിജയകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയേറുന്നു. UDF നേതാക്കൾക്ക് പിന്നാലെ മുതിർന്ന CPI നേതാവ് C ദിവാകരനും ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി സമരപ്പന്തലിലെത്തി. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത പ്രശ്നം പരിഹരിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13ാം ദിവസത്തിലേക്ക് കടക്കുന്ന സമരം കൂടുതൽ കരുത്താർജിക്കുന്നു. സമരത്തിന് ഐക്യദാർഢ്യമർപ്പിച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വീണ്ടും എത്തി. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന പ്രശ്നമാണെന്ന് രമേശ് ചെന്നിത്തല. ഇത് വളരെ ക്രൂരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? മുതിർന്ന CPI നേതാവ് C ദിവാകരനും സമരക്കാർക്ക് പിന്തുണയുമായി രംഗത്തെത്തി. സമരം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് C ദിവാകരനും ആവശ്യപ്പെട്ടു. PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെയും C ദിവാകരൻ വിമർശിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇന്ന് ദേശീയ നിലവാരത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആശാ വർക്കർമാർക്ക് 3 മാസ കുടിശ്ശികയിൽ നിന്ന് 2 മാസ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ 1 മാസത്തെ ഓണറേറിയം മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വന്നത് 7000 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. എന്നിട്ട് 13,200 എന്ന് ആണ് പുറമെ അറിയപ്പെടുന്നത്. ഇതാ അടക്കുന്നു ഞങ്ങൾക്ക് വന്ന 7000 രൂപ ഇതാ അടക്കുന്നു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. കോൺഗ്രസ് അനുകൂല ആശാ വർക്കേഴ്സ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ഭിക്ഷയാചിക്കൽ സമരം നടത്തി. 24 തിരുവനന്തപുരം. NCP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സമാന്തര യോഗം വിളിച്ച് AK ശശീന്ദ്രൻ പക്ഷം. തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് ആലോചിക്കാനാണ് യോഗം. ജില്ലാ അധ്യക്ഷന്മാരെ മുൻനിർത്തി PC ചാക്കോ ബദൽ നീക്കം നടത്തും എന്ന സംശയത്തിലാണ് ശശീന്ദ്രൻ വിഭാഗം. ഇന്ന് 3 മണിക്ക് മന്ത്രി AK ശശീന്ദ്രന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് സമാന്തര യോഗം. എറണാകുളം മുതൽ തെക്കോട്ടുള്ള 7 ജില്ലകളിലെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. 25-ന് കൊച്ചിയിൽ നടക്കുന്ന സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ PC ചാക്കോ പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരുമോ എന്ന ആശങ്കയിലാണ് യോഗം. ചാക്കോയെ അധ്യക്ഷസ്ഥാനത്ത് നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് 10 ജില്ലാ അധ്യക്ഷന്മാർ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് കത്തയച്ചിരുന്നു. ഈ നീക്കം സംസ്ഥാന അധ്യക്ഷൻ തിരഞ്ഞെടുക്കുന്ന യോഗത്തിലും ആവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ആലോചിക്കാനാണ് പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത്. PC ചാക്കോ പുറത്താക്കിയ 3 ജില്ലാ അധ്യക്ഷന്മാരെ സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനും യോഗം തീരുമാനിക്കും. ചാക്കോ സ്വീകരിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടപടി നേരിട്ട ജില്ലാ അധ്യക്ഷന്മാർ നിരീക്ഷകനായ ജിതേന്ദ്ര അവാദിന് കത്തയച്ചിട്ടുമുണ്ട്. വടക്കൻ ജില്ലകളിലുള്ള ശശീന്ദ്രപക്ഷ നേതാക്കളുടെ യോഗം തിങ്കളാഴ്ച കോഴിക്കോട്ടാണ് നടക്കുന്നത്. 24 തിരുവനന്തപുരം.
ഇടുക്കി ജില്ലയിലെ പാറഖനനത്തിന് എതിരായ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിന് പുല്ലുവില. ഉപ്പുതോട്, തങ്കമണി വില്ലേജുകളിൽ അനധികൃത ഖനനം നിരോധിക്കണം എന്നായിരുന്നു റിപ്പോർട്ടെങ്കിലും പാറഖനനം നിർബാധം തുടർന്നു. ജില്ലാ ജിയോളജിസ്റ്റ് കളക്ടർക്ക് ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന് കിട്ടി. ഇടുക്കി താലൂക്ക് ഉപ്പുതോട് വില്ലേജിൽ മാത്രം റവന്യൂ പുറമ്പോക്കിൽ നിന്ന് 11,965 മെട്രിക് ടൺ പാറ അനധികൃതമായി പൊട്ടിച്ചു കടത്തിയതായി ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 4-ന് ജിയോളജിസ്റ്റ് നൽകിയ റിപ്പോർട്ടിൽ അടിയന്തരമായി ഖനന പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ട് ലഭിച്ച് 4 മാസം പിന്നിട്ടിട്ടും തങ്കമണി വില്ലേജിൽ പാറ ഖനനം തുടരുകയാണ്. റിപ്പോർട്ട് നൽകിയ ജിയോളജിസ്റ്റ് സുനിൽകുമാറിനെ ഒക്ടോബറിൽ ജില്ലയിൽ നിന്ന് സ്ഥലം മാറ്റി. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ മരുമകൻ സജിത്ത് കടലാടിമറ്റം റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ പാറ പൊട്ടിച്ചു കടത്തിയതും തങ്കമണി വില്ലേജിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ മുഴുവൻ അനധികൃത ഖനന പ്രവർത്തനങ്ങളും നടത്തുന്നത് CPIM ജില്ലാ സെക്രട്ടറിയും കുടുംബാംഗങ്ങളുമാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇടുക്കിയിൽ അനധികൃത പാറ ഖനനം നടത്തുന്നത് മുഴുവൻ CPIMന്റെ ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിന്റെ ബിനാമികളാണ്. അവിടെ നടക്കുന്ന എല്ലാ അനധികൃത പ്രവർത്തനങ്ങൾക്കും അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. ജില്ലയിലെ അനധികൃത ഖനനം കണ്ടെത്താൻ സബ് കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തി വരികയാണ്. വ്യാപകമായി അനധികൃത ഖനനം നടന്ന ഉടുമ്പൻചോല, ഇടുക്കി താലൂക്കുകളിൽ സംഘം നേരിട്ടെത്തി പരിശോധന നടത്തും. 24 ഇടുക്കി. അന്തരിച്ച CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. രാവിലെ 7:30 ചെന്നൈയിൽ നിന്നുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച മൃതദേഹം CPIM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, എറണാകുളം ജില്ലാ സെക്രട്ടറി CM മോഹനൻ, കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹം വൈകിട്ട് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ വ്യത്യസ്ത വാഹനാപകടത്തിൽ 4 മരണമാണ് ഉണ്ടായത്. പന്നിയാറുകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ഇടുക്കി കട്ടപ്പനയിൽ കാർ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പന്നിയാർകുട്ടിയിൽ ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞത്. പന്നിയാർകുട്ടി സ്വദേശി ഇടയോടിയിൽ ബോസ്, ഭാര്യ ബീന എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ഇവരുടെ ബന്ധുവായ ജീപ്പോടിച്ച എബ്രഹാം ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഒളിമ്പ്യൻ KM ബീനമോളുടെ സഹോദരിയാണ് മരിച്ച റീന. റോഡിന് കുറുകെയിട്ടിരുന്ന പൈപ്പിൽ കയറിയ വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡിന്റെ സൈഡിൽ റോഡിലേക്ക് തന്നെ ഇത് തന്നെ ഇങ്ങനെ കുറേയൊക്കെ റോഡ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വീതിയില്ലാത്ത വഴിയാണ്. വീതിയില്ലാത്ത വഴിയായതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഈ സൈഡിലെല്ലാം വെള്ളം പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ റോഡിലേക്ക് തന്നെ ഓസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കരിമ്പാനിപ്പടിയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. വള്ളക്കടവ് തണ്ണിപ്പാറ റോബിൻ ജോസഫാണ് മരിച്ചത്. കാർ ക്രാഷ് ബാരിയറിൽ ഇടിച്ചു കയറിയാണ് അപകടം. 24 ഇടുക്കി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കൾ. പാർലമെന്റ് അംഗങ്ങളായ ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയുമാണ് കൂടിക്കാഴ്ച നടത്തിയത്. TMCയുടെ UDF പ്രവേശനം ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിലാണ് നേതാക്കളുടെ പാണക്കാട് സന്ദർശനം. PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി നിയോഗിച്ച ശേഷം നടക്കുന്ന ആദ്യ പ്രതിനിധി സമ്മേളനം നാളെ മഞ്ചേരിയിലാണ്. ഇതിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളും MP-മാരുമായ ഡെറക് ഒബ്രയാനും മഹുവ മൊയ്ത്രയും മലപ്പുറത്തെത്തിയത്. നേതാക്കൾ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർ അവർ കേരളത്തിലെ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇവിടെ വന്നു. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്, നമുക്കവിടെ പോകണമെന്ന് അവരാവശ്യപ്പെട്ടതാണ്. ആ രീതിയിൽ വന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ഇത്രയും ഉണ്ടായിട്ടുള്ളൂ. UDF-ൽ കക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് കത്ത് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 27 നടക്കുന്ന UDF യോഗത്തിൽ മുന്നണി പ്രവേശനം ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിലാണ് നേതാക്കളുടെ പാണക്കാട് സന്ദർശനം. പ്രതിനിധി സമ്മേളനത്തോടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നതോടൊപ്പം സാമുദായിക നേതാക്കളെ കണ്ട് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്കും കടക്കുകയാണ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ്. 24 മലപ്പുറം. ചാനൽ ചർച്ചയിൽ നടത്തിയ മതവിദ്വേഷ പരാമർശത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് PC ജോർജിന് പോലീസ് നോട്ടീസ് നൽകി.
മുൻകൂർ ജാമ്യം തള്ളിയതോടെ പി സി ജോർജിന്റെ അറസ്റ്റിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, അറസ്റ്റിനുള്ള നീക്കങ്ങൾ ഉണ്ടാവുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. പി സി ജോർജ് എവിടെയാണുള്ളത്? 2 മണിക്ക് ഹാജരാകുമോ? വിശദാംശങ്ങൾ എന്താണ് ടോബി? ടി കെ, എന്തായാലും 2 മണിക്ക് ഇന്ന് ഹാജരായേക്കില്ല. കാരണം രാവിലെ ഡിവൈഎസ്പി ആണ്, പാലാ ഡിവൈഎസ്പി നേരിട്ടെത്തി പി സി ജോർജിന് ഈ നോട്ടീസ് നൽകാൻ വേണ്ടി തയ്യാറായി. പക്ഷേ അദ്ദേഹം അത് കൈപ്പറ്റിയില്ല. അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. മകൻ ഷോൺ ജോർജ് ആണ്, അത് കൈപ്പറ്റാൻ തയ്യാറായില്ല. അങ്ങനെ പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയായിരുന്നു. എന്തായാലും 2 മണിക്ക് എത്തണമെന്നൊരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. അതെന്തായാലും പി സി ജോർജ് അനുസരിച്ചിട്ടില്ല. വരും ദിവസം, അതായത് തിങ്കളാഴ്ചയോ മറ്റോ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി അറസ്റ്റ് വരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോലീസ് പി സിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക്, അതായത് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ളൊരു നടപടിയിലേക്ക് ഉടൻ പോയേക്കില്ല. പി സിക്ക് നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് നിലവിൽ പോലീസിനുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടായത്. കാരണം മുൻപും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയപ്പോൾ, ഹൈക്കോടതി ജാമ്യം നൽകിയപ്പോൾ അന്ന് കർശനമായിട്ടുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു, ഇത്തരം പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കരുതെന്ന്. അത് വീണ്ടും ആവർത്തിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള വിമർശനത്തിൽ കഴിഞ്ഞ ദിവസം കടന്നതും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും. എന്തായാലും പാർട്ടി വൃത്തങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം തുടർ നടപടിയിലേക്ക് പോയാൽ മതി എന്നൊരു നിലപാടാണ് പി സി ജോർജും ഷോൺ ജോർജും എടുത്തിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലടക്കം അപ്പീൽ നൽകാനുള്ള ഒരു തീരുമാനം കൂടി, ചർച്ച കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അപ്പീൽ നൽകാനോ അല്ലെങ്കിൽ കീഴടങ്ങണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം പാർട്ടിയുമായി കൂടിയാലോചിച്ച് ഉണ്ടാകൂ എന്നാണ് ഷോൺ ജോർജ് അറിയിച്ചിട്ടുള്ളത്. ശരി, പി സി ജോർജിന്റെ വീട്ടിൽ നിന്ന് ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷ, പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരായി യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻസിന്റെ CEO മുഹമ്മദ് ഷുഹൈബ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മുഹമ്മദ് ഷുഹൈബ് പ്രതികരിച്ചു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായത്. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ചോദ്യം ചെയ്യലിനു ശേഷം 25-ന് റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ്. എനിക്ക് മൊഴി കൊടുത്തേ പറ്റൂ, അധികം സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായും ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം റിപ്പോർട്ട് നൽകുമെന്ന് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടി. വിശദമായ മൊഴി എടുത്തതിന് ശേഷം പറയാം. കോടതി അതിനുള്ള അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ അവസരം വേണമെന്ന് അയാളുടെ അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ അതിനൊരു അവസരം കൊടുക്കാമെന്ന് കോടതി പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ പ്രതികളായ 2 അധ്യാപകർ നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരുന്നു. ഷുഹൈബ് പറഞ്ഞതനുസരിച്ച് തങ്ങൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്നാണ് ഇവർ നൽകിയ മൊഴി. 1ാം പ്രതിയായ ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. 24 കോഴിക്കോട്. കേരളത്തിലേക്ക് നിക്ഷേപത്തിന് തയ്യാറായി വ്യവസായ ലോകം. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ നിക്ഷേപത്തിന് തയ്യാറായി നിരവധി വ്യവസായ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നു. ലോജിസ്റ്റിക് മേഖലയിൽ 5000 കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് ദുബായ് ഷറഫ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. ആഗോള നിക്ഷേപ ഉച്ചകോടി ഇന്ന് സമാപിക്കും. നിക്ഷേപക സംഗമം അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഏതൊക്കെ പദ്ധതികൾ എത്ര കോടിയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വന്നതെന്ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 1 ലക്ഷം കോടിക്ക് മുകളിൽ നിക്ഷേപം കടക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് നിക്ഷേപം നടത്തുകയെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫ് പറഞ്ഞു. With the support of the Kerala government, with the investment of more than 5,000 crores. So I hope this investment decision will bring in lot of work, business from other side of the world to Kerala. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. The government has been focusing on making India a major shipbuilding player in the world. We want to be at least the number 3 or number 3 to number 5 level shipbuilder in the world. നിക്ഷേപക സംഗമം ടൂറിസം മേഖലയിൽ ഗുണകരമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു വലിയ പോസിറ്റീവ് വൈബായി മാറിക്കഴിഞ്ഞു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നില വന്നു. കേരളത്തിന്റെ വ്യവസായ കുതിപ്പ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് കേരളത്തിന്റെ ടൂറിസം മേഖലയാണ്. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം എത്തും.
5000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3000 കോടിയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടി നിക്ഷേപവും പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾ ഉടൻ അറിയാം. IT സേവന മേഖലയിലും ഭക്ഷ്യ സംസ്കരണ രംഗത്തും ലുലു നിക്ഷേപം നടത്തും. സമാപന സമ്മേളനത്തിൽ വ്യവസായ മന്ത്രി P. രാജീവാകും കേരളത്തിൽ എത്ര കോടി രൂപയുടെ ഏതൊക്കെ വമ്പൻ പദ്ധതികളുടെ താൽപര്യപത്രങ്ങൾ ലഭിച്ചുവെന്നത് പ്രഖ്യാപിക്കുക. ലഭിച്ച താൽപര്യപത്രങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലാകും സർക്കാർ ശ്രദ്ധ. നിക്ഷേപക സംഗമ വേദിയിൽ നിന്ന് ടീം 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാരിനെതിരെ ദുരന്ത പ്രദേശത്ത് കുടിൽകെട്ടി സമരത്തിന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. വായ്പ, തൊഴിൽ എന്നീ കാര്യങ്ങളിൽ സർക്കാർ ഉറപ്പ് പാലിച്ചില്ല എന്നും 10 സെന്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിച്ചു നൽകണമെന്നും ആക്ഷൻ കമ്മിറ്റി പറയുന്നു. ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്നായിരുന്നു റവന്യൂ മന്ത്രി K. രാജന്റെ പ്രതികരണം. സമരമല്ലാതെ മറ്റു വഴികളില്ലാത്തതിനാലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് എന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. 10 സെന്റ് ഭൂമിയിൽ തന്നെ വീട് നിർമ്മിക്കണം. പ്രദേശത്തുള്ളവരുടെ ലോണുകൾ എഴുതിത്തള്ളാൻ നടപടി ഉണ്ടായില്ല എന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ നസീർ ആലക്കൽ 24നോട് പറഞ്ഞു. നാളെ ദുരന്ത പ്രദേശത്ത് കുടിൽ കെട്ടുമെന്നും പ്രഖ്യാപനം. എന്നാൽ പുനരധിവാസം വൈകിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ദുരന്തബാധിതർക്ക് പരമാവധി ഭൂമി നൽകണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശമെന്നും മന്ത്രി. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. ഏതെങ്കിലും കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പരാതി നൽകിയാൽ സർക്കാർ അത് കൃത്യമായി പരിശോധിക്കും. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ പരാതി തന്നാൽ ഉറപ്പായിട്ടും മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ച് ആ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ദുരന്തബാധിതരുടെ സമരത്തിന് പിന്തുണ നൽകുമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പ്രഖ്യാപിച്ചു. അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. മിനിമം ഒരു 10 സെന്റ് ഭൂമി അവർക്ക് കൊടുക്കണം. കുടിയിറക്കപ്പെടുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ട് ആ എസ്റ്റേറ്റിൽ നിന്ന്. അവരുടെ പ്രശ്നവും പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറങ്ങിപ്പോവർ അവർക്കും വീട് സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും കൂട്ടത്തിൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ 2 ആക്ഷൻ കൗൺസിലാണ് പ്രവർത്തിക്കുന്നത്. 10, 11, 12 വാർഡ് തല ജനകീയ സമിതി മറ്റന്നാൾ കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസവും സംഘടിപ്പിക്കുന്നുണ്ട്. 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സർക്കാർ വീഴ്ച ചൂണ്ടിക്കാട്ടി UDF ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 27-ന് T. സിദ്ദിഖ് MLA നേതൃത്വത്തിൽ രാപ്പകൽ ഉപവാസം നടക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിശദാംശങ്ങൾ എന്താണ് സുർജിത്ത്? ശ്രീജിത്ത്, ഈ ആക്ഷൻ കൗൺസിലുകൾക്ക് പിന്നാലെ UDFും ശക്തമായ രീതിയിൽ തന്നെ സമരരംഗത്തേക്ക് വരികയാണ്. ഈ പ്രഖ്യാപനം T. സിദ്ദിഖ് MLA തന്നെയാണ് നടത്തിയത്. T. സിദ്ദിഖ് MLA നമ്മോടൊപ്പം ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സമരം എന്നുള്ള തരത്തിലേക്ക് പോകാനുള്ള കാരണം? ഒന്ന്, ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് ദുരന്ത നിവാരണ പ്രവർത്തനവും അതുപോലെ റീഹാബിലിറ്റേഷനും അവർക്ക് പുനരധിവാസം നടത്തണമെങ്കിൽ അതിനൊരു പ്രൈമറി ലിസ്റ്റ് ഉണ്ടാവണം. അതുണ്ടാക്കാനുള്ളതായ നടപടി 7 മാസക്കാലമായി ഒരു ലിസ്റ്റ് പോലും സർക്കാരിൻ്റെ പക്കൽ ഇന്നില്ല. അതേസമയം പഞ്ചായത്തും സർവകക്ഷിയും അവിടെ യോഗം ചേർന്ന് അവരുണ്ടാക്കിയ ഒരു ലിസ്റ്റ് അവിടെ നിൽക്കുകയാണ്. ആ ലിസ്റ്റ് സർക്കാർ ഇതുവരെ ഓപ്റ്റ് ചെയ്തിട്ടില്ല. സർക്കാരിൻ്റെതായിരിക്കുന്ന മൂവ്മെൻ്റ് നടത്തുന്നത്. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇതുവരെ ലിസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇപ്പോൾ ദുരന്തബാധിതരായ ആളുകൾ ജീവിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ഒരു സഹായത്തോടു കൂടിയാണ്. 300 രൂപ ദിനപത്ര കൊടുത്തിരുന്നു. ഞാൻ അസംബ്ലിയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇത് തുടരാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന്. നിർഭാഗ്യവശാൽ ഈ ദുരന്തബാധിതരായ ആളുകൾ 3 മാസത്തിന് ശേഷം അവരുടെ ദിനപത്ര സമ്പൂർണ്ണമായി നിർത്തലാക്കിയിരിക്കുന്നു. ഇപ്പോൾ വാടക 6 മാസത്തെ സ്പോൺസർ ചെയ്തതായിരിക്കുന്ന പല സംഘടനകളും പിന്മാറുകയാണ്. അപ്പോൾ അവരടക്കം വാടക വരെ ബുദ്ധിമുട്ടാവുകയാണ്. ചിലർക്ക് KSEBയുടെ വാട്ടർ അതോറിറ്റിയുടെ ബില്ലടക്കം ചിലർക്ക് വരികയാണ്. അങ്ങനെ തുടങ്ങി ഇതുവരെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നു, തുടർ ചികിത്സ വേണ്ട, സ്പൈനൽ ഇഞ്ചുറി, നട്ടലിന് പരിക്കേറ്റവർ, വെയിൻ പൊട്ടിയവർ, പ്ലാസ്റ്റിക് സർജറി വേണ്ടവർ, കയ്യും കാലും പൊട്ടിയവർ, ഗുരുതരമായ അസുഖമുള്ളവർ, ഇതൊക്കെ പറഞ്ഞത് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായ. അതിനുശേഷം ഇവർക്ക് പല അസുഖങ്ങളും വന്നിട്ടുണ്ട്. അവർക്ക് കാർഡിയാക് അറസ്റ്റ് പോലെയുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഈ ആളുകൾ എവിടെ ചികിത്സക്ക് പോകും? ഇവരുടെ കയ്യിൽ പണമില്ലല്ലോ. ഞാൻ നിരന്തരം പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിയോട്, മന്ത്രിമാരോട്, മുഖ്യമന്ത്രിയോട് ഒരു നടപടിയും സ്വീകരിച്ചില്ല. 27-ാം തീയതി വൈകുന്നേരം 3-3:30 ഞങ്ങൾ കളക്ടറേറ്റ് പടിക്കൽ ഞങ്ങൾ ഇരിക്കും.
രാപ്പകൽ സമരമാണ്. ആ സമരത്തിന് ശേഷം 28-ാം തീയതി കളക്ടറേറ്റ് വളയൽ സമരമാണ്. ആ കളക്ടറേറ്റ് വളയൽ സമരത്തിൽ UDFിൻ്റെ കനത്ത പ്രതിഷേധമായി അത് മാറും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏപ്രിൽ മാസം സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകും. ഇതാണ് UDF നേതാക്കൾ വ്യക്തമാക്കുന്ന കാര്യം. ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് വരാൻ ഉള്ള ഒരു നിലപാടാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നതും. അത്തരത്തിലേക്ക് പ്രക്ഷോഭം വ്യാപിപ്പിക്കും. കാരണം സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം എന്ന തരത്തിലേക്ക് ചൂരൽമല മുണ്ടക്കൈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനാണ് UDF ശ്രമിക്കുന്നത്. ശരി, ഈ മാസം 27-ന് ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ രാപ്പകൽ ഉപവാസം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ടി സിദ്ദിഖ് MLA പ്രതികരണം, ഒപ്പം മറ്റ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. ചൈനീസ് ലോൺ ആപ്പ് വഴിയുള്ള തട്ടിപ്പിലൂടെ ലഭിച്ച പണം പ്രതികൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്ന് ED. ക്രിപ്റ്റോ ഇടപാടിലൂടെയും ചില കമ്പനികളുടെ അക്കൗണ്ടുകൾ വഴിയുമാണ് പണം കടത്തിയത്. മുംബൈ, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിലായി 10-ലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയ ED വിവിധ അക്കൗണ്ടുകളിലായി 123 കോടി രൂപയുടെ നിക്ഷേപം മരവിപ്പിച്ചു. 1650 കോടി രൂപ തട്ടിയെടുത്ത പ്രതികൾ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ വാസർ എക്സ്പ്രസിൽ 26 ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടുകൾ ക്രമീകരിച്ചാണ് പണം വിദേശത്തേക്ക് കടത്തിയത്. വിദേശ രാജ്യങ്ങളിലെ ക്രിപ്റ്റോ വാലറ്റുകളിലേക്ക് ഇന്ത്യയിൽ നിന്നും കോടികൾ ഒഴുക്കി. പ്രതികൾക്ക് ബന്ധമുള്ള സിംഗപ്പൂരിലെ നിയാം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലേക്ക് മറ്റു മാർഗങ്ങളിലൂടെയും പണം കടത്തി. തട്ടിപ്പിന് സഹായം ചെയ്ത വകയിൽ യഥാക്രമം 2 കോടി രൂപയും 70 ലക്ഷം രൂപയും മലയാളികളായ പ്രതികൾക്ക് പ്രതിഫലം ലഭിച്ചു. അതേസമയം കേരളത്തിലും ഹരിയാനയിലും രജിസ്റ്റർ ചെയ്ത കേസിലാണ് ED നിലവിൽ നടപടി തുടരുന്നത്. തിരച്ചിലിനിടെ നിരവധി മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും പിടിച്ചെടുത്തു. മുംബൈ, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിലായി 10-ലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ അക്കൗണ്ടുകളിലായി 123 കോടി രൂപയുടെ നിക്ഷേപം മരവിപ്പിച്ചു. 24 കൊച്ചി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ കേസ് പോലീസിന് കൈമാറി എക്സൈസ്. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് തെളിവുകൾ ഉൾപ്പെടെ കൈമാറിയത്. കേസിൽ മുഖ്യപ്രതി നാരായണദാസ് ഇപ്പോഴും ഒളിവിലാണ്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി വ്യാജലഹരി കേസിൽ 72 ദിവസം ജയിലിൽ കിടന്ന സംഭവത്തിൽ ശക്തമായ ഇടപെടൽ നേരത്തെ ഹൈക്കോടതി നടത്തിയിരുന്നു. കേസ് പോലീസ് ഏറ്റെടുക്കണമെന്നും SIT രൂപീകരിച്ച് 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. പിന്നാലെയാണ് കേസ് എക്സൈസ് ക്രൈംബ്രാഞ്ച് പോലീസിന് കൈമാറിയത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ, രേഖകൾ, തെളിവുകൾ എന്നിവ ഉൾപ്പെടെ കൈമാറി. അതേസമയം കേസിലെ മുഖ്യപ്രതി നാരായണദാസ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾ ബംഗളൂരുവിലുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചിരുന്നുവെങ്കിലും അറസ്റ്റ് ചെയ്യാൻ എക്സൈസ് ക്രൈംബ്രാഞ്ചിന് സാധിച്ചിരുന്നില്ല. 24 കൊച്ചി. വൈസ് ചാൻസലറുടെ എതിർനീക്കങ്ങൾ മറികടന്ന് കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പുനർനിയമനം നൽകാൻ സിൻഡിക്കേറ്റ് തീരുമാനം. ഇതോടെ 4 വർഷം കൂടി KS അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാൻ കഴിയും. 22 പേർ പങ്കെടുത്ത യോഗത്തിൽ 2 BJP അംഗങ്ങൾ പുനർനിയമനത്തെ എതിർത്തു. എന്നാൽ ഭൂരിപക്ഷ തീരുമാനം യോഗം അംഗീകരിക്കുകയായിരുന്നു. സിൻഡിക്കേറ്റ് യോഗം ചേരാതെ തന്നെ രജിസ്ട്രാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ച് നേരത്തെ വൈസ് ചാൻസലർ പത്രപരസ്യമടക്കം നൽകിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂടിയാണ് വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തത്. ഒരു അപകട വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് കൊല്ലം നിലമേലിൽ നിന്നാണ്. ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി 6 പേർക്ക് പരിക്കേറ്റു. 2 കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റവരുടെ നില എന്താണ് അരുൺരാജ്? കൊല്ലം നിലമേൽ നെട്ടേത്രയിലാണ് അപകടം ഉണ്ടായത്. തണ്ണിമത്തം കയറ്റി വന്ന ലോറി റോഡിലേക്ക് തിരിയുന്നതിനിടയിൽ എതിരെ വന്ന കാറ് തൊട്ട് മുമ്പിൽ സഞ്ചരിച്ച ബൈക്കുമായി കൂട്ടിയിടിച്ച് ലോറിയിലേക്ക് കയറുകയായിരുന്നു. ഇതിൽ 10 വയസ്സും 6 വയസ്സുമുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഒരു സ്ത്രീയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അപകടത്തിൽ പരിക്കേറ്റ ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ കാറ്. ഇതിനിടയിലാണ് ഈ ലോറിയുമായി കൂട്ടിയിടിച്ചത്. കാറിന് മുന്നിലുണ്ടായിരുന്ന ഇരുചക്ര വാഹനം വേഗത്തിൽ ബ്രേക്ക് പിടിച്ചതാണ് ഈ കാറ് വന്നിടിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്കും കാറിൽ സഞ്ചരിച്ചിരുന്ന 2 കുട്ടികൾ ഉൾപ്പെടെ 2 പേർക്കുമാണ് പരിക്കേറ്റത്. ഈ ബാക്കിയുള്ളവരെ താലൂക്ക് ആശുപത്രിയിലും ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർ ക്യാരറ്റ് സ്വദേശികളാണെന്നും കാറിൽ സഞ്ചരിച്ചിരുന്നവർ ചടയമംഗലം നെട്ടേത്ര സ്വദേശി പ്രസാദ്, കാറിലുണ്ടായിരുന്ന മറ്റുപേർ അത് കുന്നത്തൂർ പോരുവഴിക്കാരാണെന്നുമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പരിക്കേറ്റ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് മറ്റ് കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം.
ശരി, കൊല്ലം നിലമേലിൽ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് 6 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്ത് നിന്ന്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം നവംബറിലാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീല കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വെച്ച് കൊല്ലപ്പെട്ടത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതി തിരുവില്വാമല സ്വദേശി സനൂഫിനെ പോലീസ് ചെന്നൈയിലെത്തി പിടികൂടിയിരുന്നു. ഈ കേസിലാണ് അന്വേഷണ സംഘം 510 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. ഫസീല നൽകിയ പീഡന പരാതിയിൽ സനൂഫ് നേരത്തെ ജയിലിൽ കിടന്നിരുന്നു. പുറത്തിറങ്ങിയ പ്രതി കേസ് ഒത്തുതീർപ്പാക്കാൻ എന്ന പേരിലാണ് യുവതിയെ എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വിളിച്ചു വരുത്തിയത്. എന്നാൽ ഒത്തുതീർപ്പ് ശ്രമം നടക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവതിയെ പ്രതി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 24 കോഴിക്കോട്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തകൾ, പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരെ വളരെ വേഗം അറിയിക്കാം. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ പ്രതികരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്ത് അടിയന്തരമായ ഇടപെടൽ ആ സമരം തീർക്കാൻ ഉണ്ടാകണം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവരോട് സംസാരിക്കാൻ മടിക്കുന്നത് എന്തിനാണ് എന്ന വിമർശനം അദ്ദേഹം ഉയർത്തുന്നു. തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് 16-കാരനെ പെൺസുഹൃത്തിൻ്റെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളൊരു പരാതി ഉയരുന്നുണ്ട്. സലീം മാലിക് അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നൽകും എന്ന് കരുതുന്നു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്നുള്ള വിവരം ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളാണത്. അതുകൂടി പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. പട്ടയത്തിലെ തെറ്റുതിരുത്താൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായി. മലപ്പുറം തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് നിമിയത്തുള്ളയാണ് പിടിയിലായത്. പട്ടയത്തിലെ തെറ്റുതിരുത്താൻ ആവശ്യപ്പെട്ടത് 7.5 ലക്ഷം രൂപയാണ്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, ഇയാൾ വലയിലായത് എങ്ങനെ? വിപിൻ, 7.5 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഈ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. പട്ടയത്തിലെ തെറ്റുതിരുത്താൻ 1 ഏക്കർ 34 സെന്റ് സ്ഥലത്തിന് വേണ്ടി അതിലെ പട്ടയത്തിലുള്ള തെറ്റുതിരുത്തുന്നതിന് വേണ്ടിയാണ് 7.5 ലക്ഷം കൈക്കൂലി ചോദിച്ചത്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ടുള്ള 2 ലക്ഷം രൂപ, അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള 50,000 രൂപയാണ് ഇന്ന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഈ 50,000 രൂപ നൽകുന്നതിന് ഇടയിലാണ് വിജിലൻസ് എത്തുകയും കയ്യോടെ പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. നെയ്മത്തുള്ള എന്നുള്ള ആളാണ് പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹം കാരക്കുന്ന് സ്വദേശിയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് ജോലി നോക്കുകയായിരുന്നു. അപ്പോൾ ഈ പണം ചോദിച്ചതിന് ശേഷം ഇന്ന് ഈ കാരക്കുന്ന് പ്രദേശത്ത് റോഡ് സൈഡിൽ തന്നെ വെച്ച് ഈ പണം കൈമാറാം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. ഇങ്ങനെ കൈമാറുന്നതിനിടയിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തുകയും പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നു വരികയും ചെയ്യുകയാണ്. അപ്പോൾ 2 ലക്ഷം രൂപയായിരുന്നു ആദ്യ ഗഡു മാത്രമായി ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം ജില്ലയിൽ മാത്രം ഈ മാസം മൂന്നാമത്തെ ആളെയാണ് ഇപ്പോൾ വിജിലൻസ് കൈക്കൂലി കേസിൽ പിടിക്കുന്നത്. കാവന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി, തിരൂർ ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസർ എന്നിവരും ഈ മാസം തന്നെ കൈക്കൂലി കേസിൽ പിടിയിലായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ശരി, പട്ടയത്തിലെ തെറ്റുതിരുത്താൻ ആവശ്യപ്പെട്ടത്, ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് 7.5 ലക്ഷം രൂപയാണ്. വിപിൻ സി വിജയൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അശാസ്ത്രീയ ഗതാഗത നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 25-ന് പ്രതിഷേധ സംഗമം നടത്തുമെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കി. നയം തിരുത്തിയില്ല എങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും ബസ് ഉടമകളുടെ മുന്നറിയിപ്പ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. സമീർ, എന്താണ് ബസ് ഉടമകൾ നിലപാടായി അറിയിക്കുന്നത്? രജിത്ത്, വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. അത് മലബാറിലെ 5 ജില്ലകൾ ചേർത്തുകൊണ്ടാണ് ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 25-ന് കോഴിക്കോട് മുതലക്കുളത്താണ് ഈ സംഗമം നടത്തുന്നത്. ഈ പ്രതിഷേധ സംഗമത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ബസ് ഉടമകളാണ് പങ്കെടുക്കുക. ഒപ്പം തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി എത്തുന്നത് കോഴിക്കോട് MP MK രാഘവനാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. അതിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അതിനുശേഷം ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകും എന്ന കാര്യമാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. അതിനവർ പ്രധാനപ്പെട്ട വിവിധ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ദൂരപരിധി നോക്കാതെ ഇപ്പോൾ എങ്ങനെയാണോ ഓടുന്നത് ആ വിധത്തിൽ തന്നെ പുതുക്കി നൽകണം എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ, അതിന് കാലോചിതമായിട്ടുള്ള വർധനവ് അനിവാര്യമാണ്. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ നിസ്സാരമായിട്ടുള്ള തെറ്റുകളാണ് സംഭവിക്കുന്നതെങ്കിലും വലിയ തുകയാണ് പിഴ ഈടാക്കുന്നത്. ഇത്തരം നടപടി അവസാനിപ്പിക്കണം എന്നുള്ള
ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല KSRTCയെ സർക്കാർ സംരക്ഷിക്കുന്നു, എന്നാൽ അതേ വിധത്തിൽ തന്നെ സ്വകാര്യ സംവിധാനത്തെ, സ്വകാര്യ ബസ് സർവീസുകളെയും സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു തൊഴിൽ മേഖലയാണത്. മാത്രമല്ല സർക്കാരിന് വലിയ നികുതിയും ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ആ വിധത്തിലുള്ള നയമാണ് രൂപീകരിക്കേണ്ടത് എന്ന കാര്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ ബസ് സർവീസിന് ആവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കുന്നു. അതിനനുസരിച്ച് പക്ഷേ അതിൻ്റെ വരവ് കുറയുന്ന ഒരു ഘട്ടമാണുള്ളത്. അതിനനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കണം, അതിനാവശ്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി കമ്മീഷൻ നിയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. റീജിത്ത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. കിഫ്ബി വഴി വരുമാനം ഉണ്ടാകണം എന്നാണ് അഭിപ്രായം. ടോൾ പിരിക്കണമോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കിഫ്ബി വഴി ഉണ്ടാക്കുന്ന പണം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇത് കടത്തിന്റെ ബാധ്യതയിൽപ്പെടുത്തുകയാണ്. അത് വരുമ്പോൾ ഇത് സ്വതന്ത്രമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കോടതിയുടെ മുമ്പിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കിഫ്ബി ഇത്രയും വലിയ തുക ചെലവഴിക്കുമ്പോൾ വൻകിട പദ്ധതികളിലൂടെ വരുമാനമാർഗം കൂടി തേടണം. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത വിഷയം. അതിൽ ടോളോ മറ്റ് വിഷയങ്ങളും നിന്നൊന്നും പ്രത്യേകം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടോള് എന്ന് പറഞ്ഞത് നേരത്തെ ഒരു ആശയമാണത്. ആ ആശയത്തിലൊന്നും അവസാന തീരുമാനം എടുത്തില്ല. ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടില്ല. കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നെന്ന് സംശയം. പോലീസ് എടുത്തു മാറ്റിയ ടെലിഫോൺ പോസ്റ്റ് വീണ്ടും പാളത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ദുരൂഹതയ്ക്ക് കാരണം. സംഭവത്തിൽ പോലീസും റെയിൽവേയും അന്വേഷണം ആരംഭിച്ചു. കുണ്ടറ ആറുമുടിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി പ്രദേശവാസികളാണ് റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് കണ്ടത്. ഇക്കാര്യം പോലീസിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് എഴുകോൺ പോലീസ് എത്തി ഇരുമ്പ് പോസ്റ്റ് എടുത്തുമാറ്റി. പോലീസ് പോയതിനു പിന്നാലെ വീണ്ടും പാളത്തിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് വീണ്ടും പോലീസ് എത്തി പോസ്റ്റ് നീക്കം ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസിന് ലക്ഷ്യം വെച്ചായിരിക്കാം അട്ടിമറി ശ്രമം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ ചെങ്കോട്ട റോഡിന്റെ അങ്ങേ സൈഡിൽ ഇരുന്ന പോസ്റ്റാണ്. ഇത് 3-4 പേരില്ലാതെ അത് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. വളരെ ആസൂത്രിതമായ ഈ വെച്ച ആൾക്കാരെ സംബന്ധിച്ച് അവരിവിടെ തന്നെ ഈ പരിസരത്ത് മാറി നിൽപ്പിട്ടുണ്ടായിരിക്കാം. അവർ പോലീസ് വന്ന് എടുത്തു മാറ്റി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് വീണ്ടും വെക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അവരുടെ തീവ്രവാദ സ്വഭാവം തന്നെയാണ് വ്യക്തമാകുന്നത്. പോലീസിന്റെ സമയോചിത ഇടപെടലിലാണ് വൻ അപകടം വഴിമാറിയത്. സംഭവത്തിൽ പോലീസും റെയിൽവേയും വിശദമായ അന്വേഷണം ആരംഭിച്ചു. പുനലൂർ റെയിൽവേ പോലീസാണ് അന്വേഷിക്കുന്നത്. വിജനമായ ഈ പരിസരത്ത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. 24 കൊല്ലം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ പരിഹസിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയെന്നായിരുന്നു മറുപടി. ഒരുമിച്ച് നേതാക്കൾക്ക് വേദി പങ്കിടാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അദ്ദേഹം പറയുന്ന ഒന്നും നിങ്ങളെ കണക്കിലെടുക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം. ഏലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് CPIയുടെ MN സ്മാരകത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വാ മുഖ്യമന്ത്രി അടപ്പിച്ചു. അതിനുശേഷം പുള്ളി വാ തുറന്നിട്ടില്ല. CPI ബഹുമാനബോധം രമേശ് ചെന്നിത്തലയ്ക്കോ ആർക്കെങ്കിലും പണയപ്പെടുത്തിയൊന്നല്ല. രമേശ് ഒന്ന് മാന്തിയാൽ ആരൊക്കെ കൊത്താവുന്ന എന്നെ കിട്ടില്ല. അതൊക്കെ കോൺഗ്രസ് നോക്കിയാൽ മതി. കോൺഗ്രസ് പാർട്ടിക്ക് അവസ്ഥ എന്താ? കോൺഗ്രസ് പാർട്ടിക്കകത്ത് സതീശനോട് മിണ്ടാൻ നല്ല നേരം നോക്കണം. രമേശിന്, സതീശനും രമേശിനും സുധാകരനും വേണുഗോപാലിനും ഒന്നിച്ചിരിക്കാൻ എന്ത് പാടായിരിക്കും. അതുകൊണ്ട് അത്രയൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ LDFന് ഒന്നും പഠിപ്പിക്കാൻ വരേണ്ടതില്ല. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ 16-കാരനെ പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പരാതി. പെൺസുഹൃത്തിന് ഫോൺ ചെയ്യാൻ മൊബൈൽ നൽകി എന്നാരോപിച്ചാണ് മർദ്ദനം. പരാതി പിൻവലിച്ചില്ലെങ്കിൽ പോക്സോ കേസ് നൽകുമെന്നും ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. എന്താണ് സലീം ഈ പരാതിയുടെ വിശദാംശങ്ങൾ? പോലീസ് പറയുന്നത് എന്താണ് സലീം? റിജിത്ത്, ശിവഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഈ നിലയിൽ മർദ്ദിച്ചത് എന്നൊരു പരാതി ഉയരുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ വിദ്യാർത്ഥിയുടെ ഫോണിലേക്ക് വിളിക്കുകയും അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ എത്തിയില്ലെങ്കിൽ മാതാവിനെയും സഹോദരിയെയും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. അതിനുശേഷം സ്കൂട്ടിയിൽ അവിടേക്ക് എത്തിയ ഈ എത്തിയ ശേഷം ഇവർ പെൺകുട്ടിയുടെ സഹോദരന്റെ അടുത്തേക്ക് പോയി അവിടെ നിന്നും ചിലക്കള്ളൂർ വള്ളക്കടവ് ബീച്ചിന്റെ ഭാഗത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു
മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. മുഖത്തും കഴുത്തിലും മുതുകത്തും മർദ്ദനമേറ്റു. ഈ പെൺകുട്ടിക്ക് ഫോൺ വാങ്ങി നൽകി, സംസാരിക്കാനായി ഫോൺ വാങ്ങി നൽകി എന്നാരോപിച്ചായിരുന്നു പരാതി. അതിനുശേഷം ഇത് പുറത്തു പറയുകയാണെങ്കിൽ പോക്സോ കേസിൽ പെടുത്തും എന്നും ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്. ഇവർ ഈ വീട്ടിലെത്തിയതിനു ശേഷം ഈ കുട്ടിക്ക് നെഞ്ചുവേദന ഉൾപ്പെടെ അനുഭവപ്പെട്ടതിനെ തുടർന്ന് മാതാവാണ് കാര്യം തിരക്കിയത്. കാര്യം തിരക്കി ഇക്കാര്യം പറഞ്ഞതോടുകൂടി വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അതിനുശേഷം പോലീസിൽ പരാതി നൽകി കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇവരെ ഈ രാഷ്ട്രീയ സ്വാധീനത്താൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ പുറത്തുവിട്ടു എന്നുള്ള ആരോപണം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് അതുകൊണ്ട് തന്നെ ഈ പരാതിയിന്മേൽ FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടില്ല എന്നൊരു പരാതി കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. റീജിത്ത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചി തൈക്കൂടം മെട്രോ സ്റ്റേഷനിൽ മാലിന്യം തള്ളിയതിന് കേസ്. നാൻസിയ എന്ന സ്ത്രീക്കെതിരെയാണ് നടപടി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ എന്താണ് വിഷ്ണു? ഇത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. എറണാകുളം തൈക്കൂടം മെട്രോ സ്റ്റേഷനിലെ വനിതകളുടെ ശുചിമുറിയിലാണ് ഒരു സ്ത്രീ മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ആ സ്ത്രീ ഒരു ട്രോളി ബാഗിൽ ആണ് ഈ മാലിന്യം എത്തിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് പ്ലാസ്റ്റിക് കവറിലാക്കി ആ പ്ലാസ്റ്റിക് കവറുമായി ഈ ശുചിമുറിയിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആളെ തിരിച്ചറിഞ്ഞ മെട്രോ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. നാസിയ അലി എന്നുള്ളതാണ് FIR ഉള്ള പേര്. ഇവരെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മെട്രോ സ്റ്റേഷൻ ഈ മാലിന്യം തള്ളാൻ ഉപയോഗിച്ച് തെരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മാലിന്യം തള്ളിയ സ്ത്രീയെ പോലീസ് കണ്ടെത്താനായത്. മെട്രോ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. കൊച്ചി മെട്രോ നൽകിയ പരാതിയിലാണ് FIR ഇട്ടിരിക്കുന്നത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നോക്കാം ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.